കേരളത്തിലെ ലഹരി വ്യാപനത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയന്റെ ക്യാമ്പയിൻ പരിപാടിയാണ് ബ്രേക്കിംഗ് ഡി. പരിപാടിയുടെ ലോഗോ പ്രകാശനം എക്സൈസ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മെഗാ ലോഞ്ച് ജൂണിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പ്രസ് ക്ലബ്ബുകളെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം തന്നെ. പ്രസ് ക്ലബ്ബുകളിൽ പ്രദർശിപ്പിക്കുന്ന QR കോഡ് വഴിയും ബ്രേക്കിംഗ് ഡി ആപ്പ് വഴിയും ലഹരി വിപണന ശൃംഖലയെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പൊതുജനങ്ങൾ പ്രസ് ക്ലബ്ബുകൾക്ക് കൈമാറണം. ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ മുന്നണി പോരാളികൾ ചമഞ്ഞ് മാധ്യമ പ്രവർത്തകർ അണിനിരക്കുകയാണ് കോഴിക്കോട്ട് നിന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ പ്രചാരണം നടത്തിയ ചാനൽ മേധാവിയുടെ ചാനലിന്റെ കോഴിക്കോട് ഓഫീസിലെ വാഹനം ഏറെക്കാലമായി MDMA കടത്തിന് ദുരുപയോഗിച്ചിരുന്നു. സീനിയർ ക്യാമറാമാൻ ലഹരി പൊതികൾ കടത്താനായി സ്റ്റാഫ് അംഗത്തെ ചാനൽ വാഹനത്തിൽ അയക്കാറുണ്ടായിരുന്നു. ഹോമിയോ മരുന്ന് എന്ന പേരിൽ താൻ വാങ്ങിക്കൊണ്ടുവരുന്ന പൊതിയെക്കുറിച്ച് സംശയം തോന്നിയ സ്റ്റാഫ് അംഗം പൊതി അഴിച്ചു നോക്കിയപ്പോൾ MDMA പാക്കറ്റുകളാണ് കണ്ടത്. ഇക്കാര്യം കയ്യോടെ ചാനൽ മേധാവിയെ അറിയിക്കുകയായിരുന്നു. എക്സൈസിന് തൊണ്ടി മുതൽ കൈമാറി കേസ് എടുപ്പിക്കുന്നതിന് പകരം വിവരം രഹസ്യമാക്കി വെക്കാനാണ് ചാനൽ മേധാവി കൽപ്പിച്ചത് തന്നെ. സംഭവത്തിൽ പ്രതിയായ ക്യാമറാമാനെ ജോലിയിൽ നിന്ന് പുറത്താക്കി നടപടി അവസാനിപ്പിക്കുകയും ചെയ്തു. ചാനൽ വാഹനം ഉപയോഗിച്ചുള്ള ലഹരിക്കടത്തിൽ ചാനൽ മേധാവികളും കേസിൽ ഉൾപ്പെടുമെന്നുള്ള ആശങ്കയിലായിരുന്നു സ്ഥാപനം. പക്ഷെ ഇക്കാര്യം ചാനൽ മേധാവിയെ അറിയിച്ച സ്റ്റാഫ് അംഗം വിവരം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വെളിപ്പെടുത്തി പത്രപ്രവർത്തക ഗ്രൂപ്പുകളിൽ വാർത്ത അതിവേഗം പ്രചരിപ്പിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകരും ചാനൽ വാഹനങ്ങളും ലഹരിക്കടത്തിന്റെ ഭാഗമായിരിക്കെ പ്രസ് ക്ലബ്ബുകളുടെ ബ്രേക്കിംഗ് ഡി QR കോഡിലും ആപ്പിലും വിശ്വസിച്ച് വിവരം കൈമാറുന്നത് എങ്ങനെയാണ് എന്നുള്ള ആശങ്കയിലാണ് പൊതുജനങ്ങൾ. രഹസ്യ വിവരം നൽകുന്നവരെ കുറിച്ച് ലഹരി മാഫിയകൾക്ക് വിവരം ലഭിച്ചാൽ എന്താകും ഫലമെന്ന് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്തരം വിവരങ്ങൾ ആപ്പ് കൈകാര്യം ചെയ്യുന്നവർ ബ്ലാക്ക് മെയിലിംഗിനും കോഴയ്ക്കുമായി ദുരുപയോഗപ്പെടുത്താനുള്ള സാഹചര്യവും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. ലഹരി മാഫിയകൾ മാധ്യമ പ്രവർത്തകരെ കുപ്പിയിലിറക്കി ആപ്പിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കാനും സാധ്യത ഏറെയാണ്. മാസാമാസം ശമ്പളം കിട്ടാതെ വലയുന്ന മാധ്യമ പ്രവർത്തകരിലെ ഭൂരിഭാഗവും ലഹരി മാഫിയകളുടെ ചൂണ്ടക്കുരുക്കിൽ പെടാനും സാധ്യത ഏറെ തന്നെയാണ്. പ്രസ് സ്റ്റിക്കർ പതിച്ച വാഹനങ്ങളും പ്രസ് കാർഡ് തൂക്കിയ മാധ്യമ പ്രവർത്തകരും എക്സൈസ് പരിശോധനകളിൽ നിന്ന് ഒഴിവാകുന്ന സ്ഥിതിയും അപകടം തന്നെയാണ് വരുത്തിവെക്കുന്നത്.